ഈ ഗുരുവായൂരിലൊരു ഹിന്ദു MLA വേണം എന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അത് വലിയ വിവാദമായി LDFും UDFും ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. അതിലെന്താണ്? ഇപ്പോൾ നമുക്ക് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്ന ഉടൻ തന്നെ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് അടക്കം നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിർദ്ദേശം, നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ, നമ്മുടെ മീഡിയ ടീം ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് മേൽനോട്ട് വയ്ക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ടിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് വന്ന ഉടനെ നമ്മുടെ നിലവിലുള്ള റൂൾസ് അനുസരിച്ചിട്ട് വേണ്ട നടപടി നമ്മൾ സ്വീകരിക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. സർ, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിന്. ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? നമ്മൾ നേരത്തെ മുതൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരുക്കങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നാളെയാണ് അവസാനം നോമിനേഷൻ്റെ ദിവസം. അത് കാണിട്ട് നമുക്ക് വിഡ്രോവൽ, അതിനുശേഷം നമുക്ക് ഫൈനൽ ലിസ്റ്റ് നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല വിധത്തിലുള്ള ഒരു പ്ലാനിങ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്ന ശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ ഫീൽഡിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീംസ് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും ജില്ലാ ടീംസുണ്ട്, മീഡിയ ടീംസുണ്ട്. ഒരു അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പെർമിഷൻസ് വാങ്ങണം. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്തെങ്കിലും പെർമിഷൻ വാങ്ങണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. അത് അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ ആ മീറ്റിംഗ്സ് കൂടാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് തരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം എല്ലാ ജില്ലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ടീംസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ 22 ഏജൻസീസാണ് എൻഫോഴ്സ്മെൻറ്റ് നടപ്പിലാക്കുന്നത്. അതിൽ പോലീസുണ്ട്, എക്സൈസ്, ഫോറസ്റ്റ്, IT, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ DRI, ഇൻ്റലിജൻസ് എല്ലാം അവർ കൃത്യമായിട്ട് ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിൽ കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മുടെ എല്ലാ ട്രെയിനിങ് നടക്കും. അതുപോലെ തന്നെ ഒരു റാൻഡമൈസേഷൻ, പോളിംഗ് സ്റ്റാഫിൻ്റെ റാൻഡമൈസേഷൻ എല്ലാം നടക്കും. ഇപ്പോൾ ജില്ലയിലെ നമുക്ക് എല്ലാ ഒബ്സർവേഴ്സ് എല്ലാവരും ഉണ്ട്. അവരുടെ ഏതെങ്കിലും സഹായം നമ്മുടെ ആൾക്കാർ അത് ആവശ്യപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഏതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, പ്രചരണത്തിന് സമയം കുറവാണ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. 2 ദിവസം അവധി വന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അപ്പോൾ ഇതിലൊരു സാവകാശം വേണമെന്ന് അവരും ആവശ്യപ്പെട്ടിരുന്നല്ലോ നേരത്തെ. ഇപ്പോൾ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള ഒരു റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത്. സോ ഒരു പ്രാവശ്യം ഇലക്ഷൻ അനൗൺസ് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസത്തിനകം നോമിനേഷൻ സ്വീകരിക്കണമെന്നുള്ളതെല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അത് ലീഗലി എല്ലാവർക്കും ബാധകമാണ്. സോ കൃത്യമായിട്ടുള്ളൊരു സമയബന്ധിതമായിട്ട് എല്ലാ ആൾക്കാരും പൂർത്തിയാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അപ്പീൽ. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ബൾക്കായി നാമനിർദ്ദേശ പത്രിക വരുമ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അങ്ങനെ ഒരു അമിതമായ ജോലിഭാരമുണ്ടോ? ഇല്ല, നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടീംസ് എല്ലാം അവിടെ പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഓരോരോ സ്ഥലത്തും അത് നോമിനേഷൻ സ്വീകരിക്കുന്ന സമയത്ത് അതിലുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. പിന്നെ സ്വീകരിച്ച ശേഷമാണ് സ്ക്രൂട്ടിനിക്കാണ് ഒരു സമയമുള്ളത്. അതിന് എന്തായാലും നമുക്ക് 2 ദിവസം അതിന് സമയമുണ്ട്. അതിനിടയ്ക്ക് ഇടയ്ക്ക് ഒരു പ്രീ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്തത് പൊളിറ്റിക്കൽ പാർട്ടീസിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള നോമിനേഷൻ ഫോമിൽ അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും അവധിയുടെ ദിവസം അടക്കം നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനൊരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ 6 ഓഫീസിലെ. സോ അങ്ങനെ കൃത്യമായിട്ട് എല്ലാം സഹായിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന് അങ്ങനെ ഒരു ജോലി ഭാരമായിട്ട് ആർക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും കൃത്യമായിട്ട് ട്രെയിൻഡാണ്, പ്രിപ്പയർഡാണ്. ഈ തിരഞ്ഞെടുപ്പാണ്, പല പ്രസ്താവനകൾ വരും, ചിലപ്പോൾ വിവാദമാകും. ഇപ്പോൾ ഈ ഗുരുവായൂരിലൊരു ഹിന്ദു MLA വേണം എന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അത് വലിയ വിവാദമായി LDFും UDFും ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. അതിലെന്താണ്? ഇപ്പോൾ നമുക്ക് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്ന ഉടൻ തന്നെ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് അടക്കം നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിർദ്ദേശം, നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ, നമ്മുടെ മീഡിയ ടീം ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ്
മേൽനോട്ട് വഹിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ടിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് വന്ന ഉടനെ നമ്മുടെ നിലവിലുള്ള റൂൾസ് അനുസരിച്ചിട്ട് വേണ്ട നടപടി നമ്മൾ സ്വീകരിക്കും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെന്നാണ്, ഇലക്ഷൻ നടത്തണമെന്നുള്ളതാണ് അവരുടെ ഒരു നിർദ്ദേശം. ഈ പ്രാവശ്യം നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജും 85% ഇന്ന് കൂടുതലാവണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം. പിന്നെ യൂത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. പിന്നെ ഓൾ ഇൻക്ലൂസീവ്, അതായത് ഒരു പേഴ്സൺസ് ഡിസേബിലിറ്റീസിന് വോട്ടർ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻസ് എല്ലാം സജ്ജമായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായിട്ട് ഇത് പേഴ്സൺസ് ഡിസേബിലിറ്റീസിന് ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമുണ്ട്. ഇവർക്ക് ഒരു കാമിങ് സോൺ, ആരെങ്കിലും ഒരു ആങ്സൈറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ കാമിങ് സോൺ അടക്കമുള്ള ഒരു എല്ലാ മോഡൽ പോളിംഗ് സ്റ്റേഷനിൽ എല്ലാ ജില്ലയിലും ഒരെണ്ണം അറ്റ്ലീസ്റ്റ് നമ്മൾ തുടങ്ങണം എന്നുള്ളത് ഒരു ട്രയൽ ബേസിസിലാണ്. അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ എല്ലാവരും പാലിക്കണമെന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പൊല്യൂഷൻ വരാതെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും നമ്മുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവരെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഉദ്യോഗസ്ഥർ നോഡൽ ഓഫീസർ ആക്കിയിട്ട് അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിലെ കൃത്യമായിട്ട് SOPs ഉണ്ടാക്കിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ പ്രാവശ്യം വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രൽ റോളിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ കൃത്യമായിട്ട് ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ പോസ്റ്റൽ ബാലറ്റ്സിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് മീഡിയ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പോസ്റ്റൽ സിസ്റ്റം, ബാലറ്റ് സിസ്റ്റം. അതിലെ ഒരു വോട്ട് നഷ്ടമാകാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ നടപ്പാക്കും. ഈ പ്രശ്നബാധിത മേഖലകൾ, ബൂത്തുകൾ അങ്ങനെ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടോ? അതിൻ്റെ എണ്ണം? അതിലെ ഇപ്പോൾ ഏകദേശം ഒരു 3500+ പോളിംഗ് സ്റ്റേഷൻസ്, ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊരു മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്രോൺ ഏരിയാസ് ആയിട്ട് പോലീസ് പറയുന്ന ഒരു 5 ജില്ലകളുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ. പിന്നെ ഒബ്സർവേഴ്സ് അവരുടെ മേൽനോട്ടത്തിൽ അവർ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കുറേ പോളിംഗ് സ്റ്റേഷൻസ് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനുടെ നിർദ്ദേശം, സെൻട്രൽ ഫോഴ്സസ് ഡിപ്ലോയ് ചെയ്യണം, വെബ് കാസ്റ്റിംഗ്, പിന്നെ ക്യാമറ അടക്കം എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. മൈക്രോ ഒബ്സർവേഴ്സ് വേണ്ടി വന്നാൽ അത് നിയമിക്കണം എന്നുള്ളതെല്ലാം ഉണ്ട്. പിന്നെ ഈ പ്രാവശ്യം നമ്മളൊരു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് IT സിസ്റ്റംസിന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മൊബൈൽ ആപ്പ് ആണെങ്കിലും നമ്മൾ പ്രചരണം ചെയ്യുന്ന രീതിയാണെങ്കിലും കൂടുതൽ ഒരു IT ബേസ്ഡ് ആകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡിങ് നമ്മുടെ സർവൈലൻസ് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് കൂടുതൽ ഒരു ഊർജ്ജം നൽകിക്കൊണ്ട് തന്നെ IT സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കും. മറ്റൊരു വിഷയം, ഒരു BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ BLO വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നു എന്ന് പറയുന്നു. പിന്നെ SIRമായി ബന്ധപ്പെട്ട് ഈ ഇൻക്രിമെൻറ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്, കിട്ടുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ. ഇന്നലെ തന്നെ കാസർഗോഡ് കളക്ടർ അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്, പത്രക്കുറിപ്പ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതിലെ അങ്ങനെ ജോലി ഭാരമുള്ളതായിട്ട് പ്രാഥമിക എൻക്വയറിയിലൊന്നും കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ് കളക്ടറുടെ ഒരു അനാലിസിസ്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ BLOമാർക്കുള്ള ഒരു ഇൻസെൻറ്റീവ് ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ ഇന്നലെ തന്നെ ഒരു പത്രക്കുറിപ്പ് മൂലം നമ്മൾ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. വലിയ കനത്ത ചൂടാണ്. അപ്പോൾ ഈ ആളുകൾ പരമാവധി ബൂത്തിലെത്താനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ പോളിംഗ് സ്റ്റേഷനിൽ ഒരുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്ങിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓൾറെഡി അവരുടെ ടീംസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടുള്ള സമയത്ത് നമ്മൾ അവിടുത്തെ പോളിംഗ് സ്റ്റേഷനിൽ തീർച്ചയായിട്ടും വോട്ടിംഗ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ക്രമീകരണങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഫാൻ വേണമെങ്കിൽ ഇല്ല വെള്ളം വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ പോളിംഗ്
അതിന് മുൻപ് ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഒരു SOP നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ എന്തെല്ലാം ക്രമീകരണങ്ങൾ അവർ ഏറ്റെടുക്കാമെന്നുള്ള കാര്യത്തിന് നമ്മൾ അവരോട് നിർദ്ദേശം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാവരെ ഒരു സഹായിച്ചുകൊണ്ട് ഒരു ആൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലെ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. 85% മുകളിൽ പോളിംഗ് ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ വിഷ്ണു ML-നൊപ്പം MG പ്രതീഷ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.